കേരളത്തിലെ പഴനിയായിട്ട് അല്ലേ? പഴനി എന്ന് പറയും. ഇപ്പൊ ഭഗവാൻ അത്രയ്ക്ക് സുന്ദരനാണ്. ഞാൻ ആദ്യമായിട്ട് മേൽശാന്തിയായിട്ട് ചാർജ് എടുക്കുന്നത് സാക്ഷാൽ ദണ്ഡായുധപാണിയുടെ ക്ഷേത്രത്തിലാണ്. ധാരാളം ഷഷ്ടിയും മറ്റും പൂജകളും ഒക്കെ കഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിനി കൂടുതൽ സംസാരിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല, എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അനുഗ്രഹിക്കുന്ന കാളിയാർ മഠം സ്വാമികള് ഇന്ന് 6ാം തിരുവുത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള വേലുകുത്ത് ഭക്തജന സംഘത്തിന്റെ തിരുവുത്സവത്തിന്റെ ഭാഗമായിട്ട് ഇതാ ക്ഷേത്ര സന്നിധിയിലേക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹീതമായ പാദങ്ങൾ സമർപ്പിക്കുന്ന സുദിനം. പഞ്ചാര വെൺമണൽ പുഞ്ചിരി തൂകുന്ന ഗ്രാമാന്തരി കാവടി വഴിപാട് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഇപ്പോൾ തന്നെ വഴിപാട് കൗണ്ടറുമായി ബന്ധപ്പെട്ട് പണമടക്കണമെന്ന് അറിയിക്കുകയാണ്. തിരുമലയുടെ അഗ്രത്തിൽ പാർവതി തനയ സുബ്രഹ്മണ്യ പെരുമാൾ, കണ്ടൻ, മുരുകൻ, വള്ളിമലാളൻ, പഞ്ചാമൃതപ്രിയൻ, ഹരഹരപ്രിയൻ, പഞ്ചാമൃത അഭിഷേകപ്രിയന്റെ തിരുസന്നിധിയില് ഇന്ന് 6ാം തിരുവുത്സവം വേലുകുത്ത ഭക്തജന സംഘത്തിന്റെ വകയായിട്ട് സമർപ്പിച്ചു. എവിടെ പോകുന്നു? ക്ഷേത്രസന്നിധിയില് ഇത് 3 കലാസമിതികൾ അവതരിപ്പിക്കുന്ന കൈകുട്ടികളിൽ ഉണ്ടാകും. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ കുടവരി ചുവട്ടിൽ നിറപരകൾ സമർപ്പിക്കുവാൻ താല്പര്യമുണ്ട്. സദാചാര പത്മങ്ങളിൽ ചൈതന്യത്തോടും ഭാരത ബ്രഹ്മമായി വിളങ്ങുന്ന 60 സ്വാമികളെ തിരുസന്നിധിയില് 2 ദിനങ്ങളിലാണ് 6 വഴിപാട് സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. അതായത് തിരുവുത്സവ കൂടാതെ കർമ്മശക്തി ദിനത്തിലും അങ്ങനെ 6 വഴിപാട് സമർപ്പിക്കുവാൻ സാധിക്കും. നമ്മളുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കപ്പെടുന്ന ശ്രേഷ്ഠമായ ഒരു സമർപ്പണ പരിപാടികൾ വെച്ച് കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാട്, ഒരു ആത്മസമർപ്പണ പരിപാട്, സമർപ്പണ പരിപാട് നമ്മളുടെ ക്ഷേത്ര സന്നിധിയിൽ മാത്രം. തങ്കമയിൽ പുറമേറി